നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് ശേഷം മലയാളത്തിൽ ഇറങ്ങിയതിൽ വെച്ച് വളരെ മനോഹരമായിട്ടുള്ള ഒരു മൂവിയായിരുന്നു ബാൽ ആൻഡ് ദ ബോയ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പടം ഇറങ്ങിയതിന് ശേഷം ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഈ ഒരു പടവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിലെ ഓരോരോ ക്യാരക്ടറിനെ കുറിച്ച് പോലും പല കമൻസും അതുപോലെ തന്നെ കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നതൊക്കെ കണ്ടു. എന്നാൽ ഇതിൽ ആരും അധികം സംസാരിക്കാത്ത ഒരു ക്യാരക്ടറുണ്ട്. അത് ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ളൊരു ക്യാരക്ടർ ആയതുകൊണ്ടാവാം. എന്നിരുന്നാൽ കൂടി പവിത്രൻ എന്ന കഥാപാത്രത്തെക്കുറിച്ച് അധികം കൂടുതൽ ആൾക്കാരൊന്നും അങ്ങനെ സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. ശരിക്കും പവിത്രൻ എന്ന ക്യാരക്ടർ ഇതിൽ നെഗറ്റീവായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു വ്യൂവിൽ അദ്ദേഹം ഒരു നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടർ അല്ലായിരുന്നു എന്ന് തന്നെയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പടം തുടങ്ങുമ്പോൾ തന്നെ ഇദ്ദേഹത്തെ നെഗറ്റീവായിട്ട് ചിത്രീകരിക്കുന്ന രണ്ട് ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതിൽ SI ആയും അതുപോലെ തന്നെ ഇതിലെ കോൺസ്റ്റബിളുമായിട്ടുള്ള രണ്ട് വ്യക്തികളാണ്. ഇവർ ഇദ്ദേഹത്തെ നെഗറ്റീവായിട്ട് ചിത്രീകരിക്കുന്നതിന് പ്രത്യേക കാരണങ്ങളുണ്ടായിരുന്നു. ഇതിൽ SIക്ക് അദ്ദേഹം പവിത്രൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയോട് ചെറിയ ഇഷ്ടമുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതിലൊരു അദ്ദേഹത്തിന് ചെറിയൊരു വെറുപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹം കോൺസ്റ്റബിളായിട്ട് ജോലി കിട്ടിയ ഉടനെ തന്നെ SIയുടെ ടെസ്റ്റ് എഴുതുകയും അതിൽ പാസ്സാകുകയും ചെയ്ത ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ സീനിയർ ആയിട്ടുള്ള ഒരു കോൺസ്റ്റബിളിന് അദ്ദേഹത്തോട് ഒരു ചെറിയൊരു അസൂയ പോലുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഇതിൽ കോൺസ്റ്റബിൾ പവിത്രൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയോട് പറയുന്നുണ്ട്, പവിത്രൻ അത്ര നല്ല ഒരു ക്യാരക്ടറുള്ള വ്യക്തി എന്നല്ല, നീ സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ കുട്ടിയെ പവിത്രൻ കാണുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ആ കുട്ടിയുടെ പിറകിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ട്, നമുക്കൊന്ന് അന്വേഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം പവിത്രൻ ഈ അന്വേഷണങ്ങളോടൊക്കെയുള്ള ഒരു താല്പര്യവും ടാലൻറ്റും കുറച്ച് കൂടുതലാണ് എന്നുള്ളത് SIക്ക് നന്നായിട്ട് അറിയായിരുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പവിത്രൻ എന്ന വ്യക്തിയെ കൂടുതലായിട്ട് വെറുപ്പ് പോകുന്നൊരു സംഭവം ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ കുട്ടിയെ നഷ്ടപ്പെടുന്നതിന് മുമ്പ് പലവട്ടം പവിത്രൻ പെൺകുട്ടിയോട് പറയുന്നുണ്ട്, നീ സൂക്ഷിക്കണം, അതായത് വനിതാ പോലീസിനോട് പറയുന്നുണ്ട്, നീ ആ കുട്ടിയെ സൂക്ഷിക്കണം, മിസ്സാവരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ അശ്രദ്ധ കൊണ്ട് തന്നെയാണ് ആ ബാലനെ അവിടുന്ന് നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ തികച്ചും ഒഫീഷ്യലായിട്ടാണ് അദ്ദേഹം പറയുന്നത്, കാരണം ഇതെൻ്റെ തെറ്റല്ല അവളുടെ തെറ്റായിരുന്നു എന്ന് പറയുന്നത് തികച്ചും ഒഫീഷ്യലായിട്ടാണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം, അതായത് ആ കുട്ടി കുറച്ച് വലുതായതിനു ശേഷമാണ് പിന്നീട് കാണിക്കുന്നത്. അപ്പോൾ ആ വലുതായതിനു ശേഷവും അദ്ദേഹം ബാറിൽ നിന്നുള്ള ഒരു സീനുണ്ട്. അതിൽ അദ്ദേഹം ബാറിൽ നിന്ന് ആ പെൺകുട്ടിയുടെ മുഖം നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് അതിൽ കാണിക്കുന്നത്. തികച്ചും സിൻസിയറായിട്ടാണ് ആ പെൺകുട്ടിയെ സ്നേഹിച്ചത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ആ പെൺകുട്ടിയുടെ ഫോട്ടോ നോക്കി നിൽക്കുന്ന ഒരു പവിത്രൻ്റെ ആ ഒരു സീൻ എന്ന് പറയുന്നത്. ഇതിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആ കുട്ടി രണ്ടാമത് സ്റ്റേഷനിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് പവിത്രനോട് കുട്ടി ചോദിക്കുന്നുണ്ട്, സാർ ആ ചേച്ചിയെ കല്യാണം കഴിച്ചു ചോദിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ പവിത്രൻ ആ സമയത്ത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, കല്യാണം കഴിഞ്ഞു, പക്ഷേങ്കിൽ ഞാനല്ല കെട്ടിയത് എന്ന് പറയുന്നുണ്ട്. അപ്പം ആ പെൺകുട്ടിയെ നഷ്ടപ്പെട്ടതിലുള്ള വിരോധം മാത്രമാണ് ഈ കുട്ടിയോട് പവിത്രൻ എന്ന ക്യാരക്ടറിന് ഉള്ളത് എന്നുള്ളതാണ് ഒരു കാര്യം. ഇതിൽ കുട്ടിയുടെ അമ്മ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷവും ഈ പവിത്രൻ എന്ന ക്യാരക്ടർ ആ സ്ത്രീയോട് മോശമായിട്ട് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ നമുക്കറിയാം ഇതിൽ എൻഡിലാണ് ആ കാര്യം മനസ്സിലാകുന്നത്. അതൊരു ഓൾറെഡി മെൻ്റലായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. ആ സ്ത്രീയെ മെൻ്റൽ ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്നുള്ളതല്ലാതെ മറ്റൊരു കാര്യങ്ങളൊന്നും ആ സ്ത്രീയോട് ഇദ്ദേഹം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പം ഇതിലെവിടെയാണ് ഈ ഒരു പവിത്രൻ മോശമായിട്ട് നമുക്ക് ചിത്രീകരിക്കാൻ കഴിയുക എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. അപ്പം ഞാനിത് പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനും എൻ്റെ സുഹൃത്തും സംസാരിക്കുന്ന സമയത്ത് ഈ പവിത്രൻ എന്ന ക്യാരക്ടറിനെ കുറിച്ച് കുറച്ച് സംസാരിച്ചു. അപ്പോഴാണ് ഈ ഒരു കാര്യം മനസ്സിലായത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പവിത്രൻ ഏത് രീതിയിലുള്ള ക്യാരക്ടറായിട്ട് ആണ് തോന്നിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു. നെഗറ്റീവാണോ അതോ പോസിറ്റീവാണോ എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. പക്ഷേ നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടറാണോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു.